ഹായ്, ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എണ്ണയൊന്നും ഒട്ടും ചേർക്കാതെ തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു 1.5 അച്ച് ശർക്കര അങ്ങനെ ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല മെൽറ്റായിട്ടുള്ള ശർക്കരയാണ്. ഒന്നിങ്ങനെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചീവി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഞ്ചസാരയും ഏലക്കും കൂടി കൂട്ടി പൊടിച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്കൊരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ആ ശർക്കരൻ്റെ പീസൊക്കെ ചെറുതാക്കിയിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ മാറ്റി വെക്കുക. നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിത് അരക്കപ്പിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒന്ന് കലക്കിയെടുക്കുക കേട്ടോ. അത് കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല മാവ്, എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. ആ രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാനിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഇപ്പോൾ ഈ ലൂസ് മതി. ഇതിലേറെ ലൂസാവും വേണ്ട, ടൈറ്റ് ആവും വേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ആവി കയറ്റിയിട്ട് എടുക്കാനുള്ളതാണ്. ഇനി ഞാൻ കുറച്ച് വാഴയില ഇങ്ങനെ വെട്ടി ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ഗ്യാസ് അടുപ്പിൽ വാട്ടിയെടുത്തതാണ് കേട്ടോ. വാട്ടിയെടുത്ത ശേഷം പിന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ വീഡിയോക്ക് ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വാഴയില ചെറിയ പീസാക്കിയിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. ഗ്യാസിലൊന്ന് വാട്ടിയെടുക്കണം ആദ്യം, എങ്കിലേ നമുക്കിത് ശരിയായിട്ട് കിട്ടുള്ളൂ. ഇനി ബാറ്റർ ഒരു കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഈ വാഴയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അതിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിതിങ്ങനെ റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ ഇത് മടക്കി കൊടുക്കരുത് കേട്ടോ. ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് 6 ഇതാണ് കേട്ടോ റെഡിയായി കിട്ടിയിട്ടുള്ള 6 അടയാണ് റെഡിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ പൊടി നല്ല ടൈറ്റായിട്ട് തന്നെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വെക്കുക. ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത് മടക്കി കൊടുക്കരുത് കേട്ടോ. അത് ഞാൻ വീണ്ടും പറയണത് മടക്കിയാൽ ഈ മാവ് ഒന്നായിട്ട് 2 സൈഡൊക്കെയായിട്ട് ഒലിച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് 6 അട റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. 6 ഫില്ലിങ് ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഓട്ടപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കണതിൻ്റെ മുമ്പായിട്ട് വെള്ളം വെക്കുകയാണെങ്കിൽ ഇത് റെഡിയാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുത്തത്. ഇനി ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഓരോന്ന് എടുക്കുക, മടക്കുക, വേഗം വെച്ച് കൊടുക്കുക. പിന്നെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കുക, മടക്കുക, വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എല്ലാം റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക, അതുപോലെ ഇങ്ങനെ വെക്കുക. പിന്നെ നമ്മൾ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ ഇത് മാവ് ഒലിച്ചിട്ട് പോകും കേട്ടോ. നമ്മൾ എത്ര ടൈറ്റായിട്ട് കലക്കിയിട്ടെടുത്താലും മാവ് ഒലിച്ചിട്ട് പോവേ. അപ്പോൾ ഇതിങ്ങനെ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പലഹാരം തയ്യാറാക്കാൻ കൂടുതൽ ടൈമൊന്നും വേണ്ട കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കുക. അല്ലെങ്കിൽ പിന്നെ തേങ്ങയൊക്കെ വറുത്തിട്ടൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം എടുക്കും. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഇതിലാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഇത് കാണിച്ച് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ല ഹെൽത്തിയാണ്. ശർക്കര ഉണ്ട്, മധുരം ഉണ്ടെങ്കിലും എണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല സമാധാനമായിട്ട് തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെയിറ്റിന് വേണ്ടി ഇതിങ്ങനെ ഒരു ഓട്ടപാത്രം ആയതുകൊണ്ടാണ് കേട്ടോ. വെയിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ അമ്മി ഉണ്ടല്ലോ, കുത്തമ്മി, അതങ്ങനെ കമത്തി വെച്ച് കൊടുത്തതാണ് കേട്ടോ ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ സ്റ്റീമറിലാണെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഞാനിതൊരു 5 മിനിറ്റായൊക്കെ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം ഇതൊരു 12 മിനിറ്റ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് വേവിച്ചിട്ടെടുത്താൽ മതി. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചിട്ടെടുക്കാൻ കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിയിട്ട് പോകും. അല്ലെങ്കിൽ
എന്താ സിമ്മിലാവുമ്പോൾ പിന്നെ തീരെ വേവുമില്ല, വേഗമായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ അടവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുകളിൽ കാണുന്നത് ഞാൻ ഒന്ന് അമർത്തി കൊടുത്തിരുന്നു കേട്ടോ, ഇങ്ങനെ മാവ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇങ്ങനെ പുറത്തോട്ട് വന്നത്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ അടവിട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹെൽത്തിയാണ്, അതാണ് ഇതിലുള്ള ഏറ്റവും നല്ലൊരു പോയിൻറ്റ്. അപ്പോൾ നമുക്ക് വേഗം തയ്യാറാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മാവൊക്കെ പരത്തിയിട്ടൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.